ലോകത്തിന്റെ നെറുകയിൽ നിൽക്കുമ്പോഴും സ്വന്തം വേരുകളെ മറക്കാതെ കഠിനാധ്വാനത്തിന്റെയും അച്ചടക്കത്തിന്റെയും പര്യായമായ എം.എ. യൂസഫ് അലി ലുലു ഗ്രൂപ്പ് എന്ന ആഗോള ബിസിനസ് സാമ്രാജ്യത്തിന്റെ അധിപനായ അദ്ദേഹം തന്റെ ജീവിതാനുഭവങ്ങളിലൂടെ പുതുതലമുറയ്ക്ക് നൽകുന്ന പാഠങ്ങൾ വെറും ഒരു ഉപദേശമല്ല, മറിച്ച് പ്രായോഗികമായ ഒരു ജീവിത ദർശനമാണ്. ഒരു സാധാരണ മലയാളി യുവാവ് കപ്പൽ കയറി അബുദാബിയിലെ മണൽപ്പരപ്പിലെത്തി അവിടെ നിന്നും ലോകത്തെ ഏറ്റവും സ്വാധീനമുള്ള ബിസിനസ് പ്രമുഖനായി വളർന്ന കഥ കേവലം ഭാഗ്യം കൊണ്ടുണ്ടായതല്ല. അതിനു പിന്നിൽ പതിറ്റാണ്ടുകൾ നീണ്ട വിയർപ്പും ഉറക്കമില്ലാത്ത രാത്രികളും തകർക്കാൻ നോക്കിയവർക്ക് മുന്നിൽ തലയുയർത്തി നിന്ന ഇച്ഛാശക്തിയുമുണ്ട്. യൂസഫ് അലി തന്റെ ജീവിതയാത്രയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം സൂചിപ്പിക്കുന്നത് ത്യാഗമാണ്. വിവാഹം കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് 3.5 കൊല്ലം കഴിഞ്ഞിട്ടാണ് ആദ്യമായി നാട്ടിൽ പോയതെന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇന്നത്തെ തലമുറയ്ക്ക് ഒരു വലിയ പാഠമാണ്. പ്രിയപ്പെട്ടവരിൽ നിന്നും അകന്നു നിന്ന് ആഘോഷങ്ങൾ മാറ്റിവെച്ച് താൻ ലക്ഷ്യം വെച്ച ബിസിനസ്സിൽ പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിച്ച കാലമാണിത്. അന്ന് കുടുംബത്തോടൊപ്പം ചിലവഴിക്കാൻ വേണ്ടി നാട്ടിലേക്ക് മടങ്ങിയിരുന്നുവെങ്കിൽ ഇന്നത്തെ യൂസഫ് അലി ഉണ്ടാകില്ലായിരുന്നു. എന്തെങ്കിലും നേടിയെടുക്കണമെങ്കിൽ മറ്റെന്തെങ്കിലും ത്യാഗം ചെയ്യണമെന്ന പ്രകൃതി നിയമം അദ്ദേഹം തന്റെ ജീവിതത്തിലൂടെ കാണിച്ചു തരുന്നു. ബിസിനസ് എന്നത് എപ്പോഴും പൂമത്തെയല്ലെന്ന് യൂസഫ് അലി ഓർമ്മിപ്പിക്കുന്നു. തന്റെ കരിയറിലെ ഏറ്റവും വലിയൊരു നാഴികക്കല്ലായി മാറേണ്ട വലിയ ഷോപ്പ് ഉദ്ഘാടനം ചെയ്യുന്ന സമയത്താണ് ഗൾഫ് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത്. ലോകം മുഴുവൻ ഭീതിയോടെ നോക്കി നിന്ന ആ കാലത്ത് പതറാതെ നിൽക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ പരിഭ്രാന്തനാകാതെ ശാന്തമായി ചിന്തിക്കാനുള്ള കഴിവാണ് ഒരു സംരംഭകന് വേണ്ടത്. പ്രതികൂല സാഹചര്യങ്ങളെ ശക്തിയോടെ നേരിടാനുള്ള ആന്തരിക ഊർജം നാം തന്നെ ആർജിക്കണം. യുദ്ധമോ സാമ്പത്തിക മാന്ദ്യമോ എന്തുമാകട്ടെ, ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കാതെ മനസ്സാണ് വിജയത്തിന്റെ താക്കോൽ. സമൂഹത്തിൽ വളരുമ്പോൾ നമ്മെ തളർത്താൻ ശ്രമിക്കുന്നവർ ഒരുപാട് ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. നാം വെള്ളം ഒഴിച്ച് വളർത്തുന്ന ചെടികളല്ല വടവൃക്ഷങ്ങളാകുന്നത്, മറിച്ച് മണ്ണിൽ ആഴ്ന്നിറങ്ങി സ്വന്തമായി വെള്ളവും ഭക്ഷണവും കണ്ടെത്തുന്ന വേരുകളുള്ള മരങ്ങളാണ് കരുത്താർജിക്കുന്നത്. യൂസഫ് അലിയുടെ പ്രസിദ്ധമായ ഒരു ഉപമയുണ്ട്. നിങ്ങൾ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുമ്പോൾ സൈഡിൽ ഒരുപാട് ആളുകൾ കുരച്ചുകൊണ്ടിരിക്കും. ആ കുര അവസാനിപ്പിച്ചിട്ട് പോകാമെന്ന് കരുതിയാൽ നിങ്ങൾ ഒരിക്കലും ലക്ഷ്യസ്ഥാനത്ത് എത്തില്ല. തന്നെ വ്യക്തിഹത്യ ചെയ്യാനോ ബിസിനസ് തകർക്കാനോ നോക്കുന്നവരെ മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോകുക എന്നതാണ് അദ്ദേഹത്തിന്റെ രീതി. നെഗറ്റീവ് പറയുന്നവർക്ക് മറുപടി കൊടുക്കാൻ സമയം കളയാതെ സ്വന്തം ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. തന്റെ വളർച്ചയിൽ ഗൾഫ് ഭരണാധികാരികൾ നൽകിയ പിന്തുണ അദ്ദേഹം നന്ദിയോടെ സ്മരിക്കുന്നു. മതമോ ജാതിയോ നോക്കാതെ മനുഷ്യരെ സ്നേഹിക്കുന്ന വിശാല ഹൃദയമാണ് അവരെന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു. 20 വർഷം മുമ്പ് അബുദാബിയിലെ ഹൃദയഭാഗത്ത് വീട് വെക്കാൻ സ്ഥലം നൽകിയതും പിന്നീട് വലിയ മാളുകൾ തുടങ്ങാൻ അവസരം നൽകിയതും ആ ഭരണാധികാരികളുടെ വലിയ മനസ്സുകൊണ്ടാണെന്നും അദ്ദേഹം പറയുന്നു. വിദേശ മണ്ണിൽ ഒരു മലയാളിക്ക് ഇത്രയേറെ ആദരവ് ലഭിക്കുന്നത് അദ്ദേഹത്തിന്റെ കഠിനാധ്വാനവും അവിടുത്തെ നിയമങ്ങളോടുള്ള ബഹുമാനം കൊണ്ടുകൂടിയാണ്. രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കാനോ ഏതെങ്കിലും പദവികൾ അലങ്കരിക്കാനോ തനിക്ക് താല്പര്യമില്ലെന്നും അദ്ദേഹം തറപ്പിച്ചു പറയുന്നു. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഭരണകൂടം ഏതായാലും അവർക്കൊപ്പം നിൽക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ നയം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെയും നേതാക്കളുമായി അദ്ദേഹത്തിന് അടുത്ത ബന്ധമുണ്ട്. അത് വ്യക്തിപരമായ സ്നേഹത്തിലും ബഹുമാനത്തിലും അധിഷ്ഠിതമാണ്. വികസന കാര്യങ്ങളിൽ സർക്കാരുകളെ സഹായിക്കുക എന്നതല്ലാതെ അധികാര രാഷ്ട്രീയത്തിലേക്ക് താനില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇന്നത്തെ യുവതലമുറയോട് യൂസഫ് അലിക്ക് പറയാനുള്ളത് വളരെ ലളിതവും എന്നാൽ അർത്ഥവത്തായ കാര്യങ്ങളാണ്. 1 രൂപ സമ്പാദിച്ചാൽ അതിൽ 20 പൈസയെങ്കിലും ബാക്കി വെക്കണം. വരവിൽ കൂടുതൽ ചെലവാക്കുന്നത് ജീവിത പരാജയത്തിന് കാരണമാകും. സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കുന്ന പണം ചിലവഴിക്കുമ്പോൾ അതിനൊരു മൂല്യമുണ്ടാകും. മറ്റുള്ളവരെ കാണിക്കാനായി ആഡംബരം കാണിക്കുന്നത് ഒഴിവാക്കണമെന്നും അദ്ദേഹം ഉപദേശിക്കുന്നു. കുടുംബ ബിസിനസ്സുകൾ തകരാനുള്ള പ്രധാന കാരണം പുതുതലമുറയുടെ അഹംഭാവമാണെന്നും അദ്ദേഹം നിരീക്ഷിക്കുന്നു. പിതാവിനോ മുൻ തലമുറയ്ക്കോ ഒപ്പം നിന്ന് സ്ഥാപനത്തെ വളർത്താനോ ജീവനക്കാരെ സ്വന്തം പിതാവിനെ പോലെ ബഹുമാനിക്കുകയും വേണം. അവരുടെ അനുഭവ സമ്പത്തിൽ നിന്നും പഠിക്കാൻ തയ്യാറാകണം. ഞാൻ മുതലാളിയുടെ മകനാണെന്ന ഭാവം ബിസിനസ്സിനെ നശിപ്പിക്കുകയുള്ളൂ. സമയം എന്നത് പണത്തെക്കാൾ വിലപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് യൂസഫ് അലി. ഓരോ നിമിഷവും കൃത്യമായി വിനിയോഗിക്കുക, പറയുന്ന സമയത്ത് കാര്യങ്ങൾ ചെയ്യുക എന്നത് പ്രൊഫഷണൽ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ്. സ്വയം അധ്വാനിക്കാൻ തയ്യാറുള്ളവർക്ക് മാത്രമേ ഈ ലോകത്ത് നിലനിൽപ്പുള്ളൂ. മറ്റുള്ളവരുടെ തോളിൽ കയറി വിജയത്തിലേക്ക് എത്താമെന്ന് ആരും കരുതരുത്. ബുദ്ധിമുട്ടാനും കഷ്ടപ്പെടാനും തയ്യാറുള്ളവർക്ക് മാത്രമേ വിജയത്തിന്റെ മധുരം നുണയാൻ സാധിക്കൂ. ആരോഗ്യം ഉണ്ടായിരിക്കുമ്പോൾ തന്നെ അധ്വാനിക്കണമെന്നും സ്വന്തമായി സമ്പാദിക്കാൻ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും വേണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. എം.എ. യൂസഫ് അലി എന്ന വ്യക്തി ഇന്ന് കേവലം ഒരു ബിസിനസ്സുകാരൻ മാത്രമല്ല, മറിച്ച് ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നൽകുന്ന, ലോകത്തിന് മുന്നിൽ മലയാളിയുടെ അഭിമാനമായി ഉയർത്തിയ ഒരു ബ്രാൻഡ് കൂടിയാണ്. പ്രതിസന്ധികളെ പുഞ്ചിരിയോടെ നേരിടാനും വിമർശനങ്ങളെ അവഗണിക്കാനും സമ്പാദ്യം കൃത്യമായി കൈകാര്യം ചെയ്യാനും അദ്ദേഹം നൽകുന്ന പാഠങ്ങൾ ഏതൊരു സാധാരണക്കാരനും മാതൃകയാക്കാവുന്നതാണ്. ലാളിത്യവും ദീർഘവീക്ഷണവും ഒത്തുചേരുന്ന ആ വ്യക്തിത്വം നമുക്ക് നൽകുന്ന സന്ദേശവും വ്യക്തമാണ്. ലക്ഷ്യം ഉറപ്പിക്കുക, കഠിനമായി അധ്വാനിക്കുക, വിനയത്തോടെ മുന്നേറുക. എം.എ. യൂസഫ് അലി എന്ന ബിസിനസ് പ്രമുഖനെ ലോകമെമ്പാടുമുള്ള മലയാളികൾ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നത് അദ്ദേഹത്തിന്റെ ബിസിനസ് സാമ്രാജ്യം കണ്ടല്ല, മറിച്ച് അദ്ദേഹം നടത്തുന്ന അതിരുകളില്ലാത്ത ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൊണ്ടാണ്.
സഹായം അഭ്യർത്ഥിച്ചു വരുന്ന ഒരാളെയും നിരാശരാക്കരുതെന്ന ഉറച്ച നിലപാടാണ് അദ്ദേഹത്തെ വേറിട്ട് നിർത്തുന്നത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലെ പ്രധാന മേഖലകൾ ഇവയാണ്. പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അദ്ദേഹം കാട്ടുന്ന മനസ്സ് എടുത്തു പറയേണ്ടതാണ്. കേരളത്തിലെ പ്രളയകാലത്തായാലും തുർക്കിയിലെ ഭൂകമ്പത്തിലായാലും കോടിക്കണക്കിന് രൂപയുടെ ധനസഹായം അദ്ദേഹം ഉടനടി എത്തിച്ചു. ചികിത്സാ സഹായത്തിനായി പ്രതിദിനം ലക്ഷക്കണക്കിന് രൂപയാണ് അദ്ദേഹം ചെലവഴിക്കുന്നത്. മാരകമായ രോഗങ്ങൾ പിടിപെട്ട പാവപ്പെട്ടവർക്കും ശസ്ത്രക്രിയയിൽ പണമില്ലാതെ കഷ്ടപ്പെടുന്നവർക്കും യൂസഫ് അലി ഒരു വലിയ ആശ്രയമാണ്. നിർധനരായ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനായി സ്കോളർഷിപ്പുകളും വിദേശ പഠനത്തിനുള്ള സഹായങ്ങളും അദ്ദേഹം നൽകി വരുന്നു. ജാതിയോ മതമോ നോക്കാതെ ആരാധനാലയങ്ങൾ നിർമ്മിക്കാനും സാംസ്കാരിക കേന്ദ്രങ്ങളെ സഹായിക്കാനും അദ്ദേഹം മുന്നിലുണ്ട്. ശതകോടീശ്വരനായിരിക്കുമ്പോഴും സാധാരണക്കാരന്റെ വേദന തിരിച്ചറിയുന്ന യൂസഫ് അലി നമ്മൾ സമ്പാദിക്കുന്നത് മറ്റുള്ളവരെ സഹായിക്കാൻ കൂടിയാണെന്ന സന്ദേശമാണ് തന്റെ പ്രവൃത്തിയിലൂടെ ലോകത്തിന് നൽകുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യസ്നേഹികളുടെ പട്ടികയിൽ അദ്ദേഹത്തിന്റെ പേര് മുൻപന്തിയിൽ ഉണ്ടാകുന്നതും അതുകൊണ്ടാണ്.